ഖലിസ്ഥാൻ തീവ്രവാദി നിജ്ജാറിന്റെ കൊലപാതകത്തിനു ശേഷം തെറ്റിയ ഇന്ത്യ കാനഡ ബന്ധം വീണ്ടും വഷളാകുന്നു. ഇന്ത്യയെ വിദേശ ഭീഷണിയായാണ് കാനഡ വിശേഷിപ്പിക്കുന്നത്. കനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് റിപ്പോർട്ടിലാണ് ഇന്ത്യക്കെതിരെ ഗുരുതരമായ വിശേഷണമുള്ളത്. കാനഡയിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഇടപെടുന്നു എന്ന ഗുരുതരമായ ആരോപണവും റിപ്പോർട്ടിൽ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യയെ ഒരു ഫോറിൻ ഇന്റർഫറൻസ് ത്രെറ്റായാണ് റിപ്പോർട്ടിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത് തടയാനുള്ള നടപടികൾ ഗവൺമെന്റ് കൈക്കൊള്ളണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. കനേഡിയൻ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടു എന്ന ആരോപണം റഷ്യയും ചൈനയും നേരിടുന്നുണ്ട്. ഏറ്റവും വലിയ ഭീഷണിയെ റിപ്പോർട്ടിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ചൈനയെയാണ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന കനേഡിയൻ ഫെഡറൽ ഇലക്ഷനിൽ വിദേശ സ്വാധീനം ഇല്ലാതാക്കാൻ കൃത്യമായ പ്രതിരോധം ഏർപ്പെടുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ സ്വീകാര്യത നഷ്ടപ്പെടുകയാണ്. ഹർദീപ് സിംഗ് നിജ്ജാർ എന്ന ഖലിസ്ഥാൻ ഭീകരവാദിയുടെ മരണത്തിന് ഉത്തരവാദി ഇന്ത്യയാണെന്ന് കനേഡിയൻ പാർലമെന്റിൽ ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിച്ചത് തെളിവുകളൊന്നുമില്ലാതെയാണ്. മാത്രമല്ല, ആരോപണത്തിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണയും അദ്ദേഹത്തിന് ലഭിച്ചില്ല. ഇന്ത്യയുടെ അഖണ്ഡതയെ തകർക്കാൻ ശ്രമിക്കുന്ന വിഘടനവാദികൾക്ക് അഭയം നൽകുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രവണതയെ അവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളടക്കം വിമർശിച്ചിരുന്നു. കാനഡയിലുണ്ടായ ഹൗസിംഗ് മാർക്കറ്റ് തകർച്ചയോടെ ജനപ്രീതി നഷ്ടപ്പെട്ട ട്രൂഡോയ്ക്ക് ഇന്ത്യയുടെ കൂസലില്ലാത്ത നിലപാടിൽ അപമാനിതനാകേണ്ടിയും വന്നു. മറ്റൊരു രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പിൽ ഇടപെട്ടതായുള്ള ആരോപണം ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യക്കെതിരെ ഉയർത്തുന്നത്. ഇന്ത്യയെ ശത്രുസ്ഥാനത്ത് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിലൂടെ കാനഡ നടത്തുന്നതെന്ന സംശയവും ഉയരുന്നുണ്ട്.